ഇനി അടിപൊളിയായിട്ടുള്ളൊരു അയലമുളക് ഇട്ടത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് അവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഉലുവ പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്തേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു സവാള നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിലേക്കിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്കൊരു 2 തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് 2 കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ കുടംപുളിയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞളും കൂടെ പുരട്ടി വെച്ചിട്ടുള്ള മീനും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഒന്ന് തിളച്ച് വറ്റി വരുന്ന സമയം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.